ഞാൻ ഈ റേസിൽ ജയിക്കുള്ളൂ. ഈ റേസിൽ ഞാൻ തന്നെയായിരിക്കും ജയിക്കുക. എനിക്ക് ലെഫ്റ്റ് ടേൺ എടുക്കേണ്ടി വരും. ഇതെന്തുവാ, പർവ്വതമോ? ഇപ്പൊ കേറാം. ഞാൻ യു ടേൺ എടുക്കാം. ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ. ഞാൻ ഈ റേസ് ജയിച്ചിരിക്കും. ലെഫ്റ്റ്. ഞാൻ എന്റെ ലക്ഷ്യം വരെ എത്തിക്കഴിഞ്ഞു. അയ്യോ, ഈ കേറ്റം എവിടുന്ന് വന്നു? റൈറ്റ്. ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ? എന്റെ അമ്മച്ചിയെ മേഡം ഇതാ എത്തിപ്പോയി. ജോർദാറെ ഒന്ന് വേഗം എഴുന്നേക്ക്. അയ്യോ, ഇതെന്ത് പറ്റി? ഓ, എപ്പ നോക്കിയാലും ഉറക്കം മാത്രമേ ഉള്ളൂ. ഗാർഡൻ മുഴുവൻ വൃത്തികേടായി കിടക്കുന്ന കണ്ടില്ലേ? എല്ലാം ഞാൻ തന്നെ ചെയ്യണോ? നിങ്ങൾക്ക് എന്താ ഇതൊന്ന് വൃത്തിയാക്കിക്കൂടെ? മേഡം ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. കഴുതേ, അതുകൊണ്ടൊന്നും അല്ലടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അത് നീ ചെയ്തോ? എല്ലാറ്റിനും എന്നെ മാത്രം കുറ്റം പറയണ്ട. രാവിലെ ബാങ്കിൽ നിന്ന് മാഡത്തിനെ കാണാൻ ആൾക്കാർ വന്നിരുന്നു. അവര് പറഞ്ഞത് 25 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കെട്ടിയില്ലെങ്കിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്നാണ്. കൂട്ടുകാരെ, ഒരുപക്ഷെ അവര് ജപ്തി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? തീർന്നു. നമ്മളെല്ലാം പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാഡം നമ്മളോടൊപ്പം വന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങോ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. വാ, വേഗം പോയി നമുക്ക് വൃത്തിയാക്കാം. എടാ, വൃത്തിയാക്കിയെന്ന് വെച്ച് എത്ര കാശാ കിട്ടാൻ പോകുന്നേ? മേഡത്തിന് വേണ്ടത് 25 ലക്ഷം രൂപയാ. എടാ കഴുതേ, ഗാർഡൻ നമ്മൾ നന്നായി വൃത്തിയാക്കി കഴിഞ്ഞാ മേഡം കണ്ട് സന്തോഷിക്കല്ലോ. ഉം. 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 എടാ, എന്നെ ഒന്ന് പുറത്തേക്ക് എടുക്ക്. ഈ പോപ്പട്ട് ഇത് എവിടെ കിടന്ന് അലർന്നേ? എടാ, അല്പം കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കാറ്റ് പോയേനെ. വീണ്ടും മുഴുവനും വൃത്തിയേടാക്കിയോ? ഇനി എന്നെ കൊണ്ട് വൃത്തിയാക്കാൻ പറ്റില്ല. ശരി, നീ ചെടിയൊക്കെ ട്രിം ചെയ്. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കാം. നാട് മുഴുവൻ പൊടിക്കാറ്റ് നാശം വിതയ്ക്കുന്നു. നിങ്ങൾ ഇവിടെ ഗാർഡൻ വൃത്തിയാക്കുന്നു. ഗുഡ് മോർണിംഗ് മോർണിംഗ് കണ്ണാ സാർ. എന്താ ഇത്? ഐസ് വെള്ളം കുടിച്ചതുകൊണ്ട് ജലദോഷം പിടിച്ചു. ജോർദാറെ, നീ എന്റെ പുതിയ ഡ്രസ് മുഴുവൻ നനച്ചു. അടികൈ. ഞാനാണെങ്കിൽ ദേഷ്യത്തിലിരിക്കുക, നിങ്ങൾ കൈയടിക്കുക. സോറി കണ്ണ സാർ. കാർട്ടൂൺ കാണാൻ വേണ്ടി കുട്ടികൾ കരയുന്നു. എല്ലാം ചെയ്തിട്ട് നിങ്ങൾ സോറി പറയുന്നു. അടികൈ. വീണ്ടും തുടങ്ങിയോ? അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്റെ കവിത? കവിതയ്ക്ക് വേണ്ടിയല്ല, ഞാൻ ഇതിലെ ന്യൂസ് കണ്ട് സന്തോഷം കൊണ്ട് കൈയടിച്ചു പോയതാ. അതെന്ത് ന്യൂസാ? കാശ്മീരിൽ ഹിമാലയൻ കാർ റാലി നടക്കാൻ പോവുകയാണ്.
ജയിക്കുന്നവർക്ക് 25 ലക്ഷം സമ്മാനമുണ്ട്. ഈ കാശ് തീർച്ചയായും മാഡത്തിന് കൊടുക്കും. പക്ഷെ ജയിക്കുന്നവരെന്തിനാ മാഡത്തിന് 25 ലക്ഷം രൂപ കൊടുക്കുന്നേ? എടാ കഴുതയിലും കഴുതേ മരക്കഴുതേ, എടാ ഈ കാർ റാലി നമ്മൾ തന്നെ ജയിക്കും, സംശയമുണ്ടോ? അടിപൊളി. സന്തോഷത്തിന് സന്തോഷം, കാശിന് കാശ്. ശരി വാ, നമുക്ക് പോയി മാഡത്തിനോട് ഈ കാര്യം പറയാം. കാശ് കൊടുത്താൽ കിട്ടും കടലമിട്ടായി. റേസിൽ നിങ്ങൾ ജയിച്ചാൽ സന്തോഷമായി. അടികൈ. എന്തെങ്കിലും ജോലി ചെയ്യുമോ എന്ന് നോക്കി വന്നൂടെ നിങ്ങക്ക്? മാഡം 25 ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലും ഏർപ്പാടായോ? ഒന്നും ആയിട്ടില്ല. പേടിക്കണ്ട മേഡം, അതിന് ഞങ്ങളുണ്ട്. കാശൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കി. ആ? എങ്ങനെ? ഞങ്ങൾ ഹിമാലയൻ കാർ റാലിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. 25 ലക്ഷം ഞങ്ങൾ തന്നെ ജയിക്കും, സംശയമുണ്ടോ? വേണ്ട വേണ്ട, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, മറക്കരുത്. ബണ്ണിയാണ് കുഞ്ഞ്, ഞാൻ വലിയവനാ. അല്ല എന്റെ കൊച്ചളിയ? ഹണി, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. പ്രായത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. മാഡം, വലിയവരെ കണ്ട് ഞങ്ങൾ ഒരിക്കലും പേടിക്കില്ല. ചെറിയവരെ ഞങ്ങൾ ഒരിക്കലും തൊഴിക്കുകയുമില്ല. പോപ്പറ്റേ, വിലപിടിപ്പുള്ള സാധനങ്ങൾ എപ്പോഴും ചെറിയ പാക്കറ്റിലേ വരികയുള്ളൂ. അതായത് ഡയമണ്ട് റിംഗ്, സംശയമുണ്ടോ? പോപ്പറ്റേ, കുമ്പളങ്ങ വലുതാണെങ്കിലും കുരുമുളകിന്റെ മൂല്യം അതിനുണ്ടോ? ആൽമരത്തിന്റെ വിത്ത് ചെറുതായിരിക്കാം, മരത്തിന്റെ വലുപ്പം കണ്ടിട്ടുണ്ടോ? നിർത്ത് പോപ്പറ്റ്. ഒരു ചെറിയ ഉറുമ്പ് ആനയുടെ കാതിനകത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ പണി അതോടെ തീരും, സംശയമുണ്ടോ? ഓക്കെ പോപ്പറ്റ്, ഞാൻ സമ്മതിച്ചു. ഓക്കെ, എന്നാ നിങ്ങൾ എങ്ങനെയാണ് കാർ റാലിയിൽ പങ്കെടുക്കാൻ പോകുന്നത്? കാർ ഓടിച്ചോട്ട്. ഹിമാലയൻ റാലിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് വേണ്ടത്. അത് നമ്മൾ എവിടെ നിന്നാണ് അറേഞ്ച് ചെയ്യുക? അതൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പതുക്കെ പതുക്കെ. മറികടന്നു, സിഗ്നൽ മറികടന്നു. സർക്കാർ വാഹനം തന്നെ നിയമം ലംഘിച്ചിരിക്കുകയാണ്. സിഗ്നൽ മറികടന്നില്ല, സിഗ്നലിന്റെ സൈഡിൽ കൂടെ നമ്മൾ വന്നത്, അല്ലേ കൊച്ചളിയ? അതെ, ഇന്ന് നീ എന്ത് പറഞ്ഞാലും കറക്റ്റാ. ഓടിക്ക ഓടിക്ക. എടാ ജീപ്പ് എന്തിനാ സ്കൂട്ടർ പോലെ ഓടിക്കുന്നേ? 4 വീലുണ്ടടാ, 4 നിലത്ത് തൊടിക്ക്. ഓക്കേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. പതുക്കെ പോടാ, പതുക്കെ. ജീപ്പ് ഓടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാനൊരു നല്ല ഡ്രൈവറാണെന്ന് സാറിനെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു. കള്ളപ്പൂച്ച്, ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ 5 ജന്മത്തിലേക്ക് ആരും നിനക്ക് ലൈസൻസ് തരില്ല. എനിക്ക് തരണ്ട, ബണ്ണി നന്നായി ഓടിക്കും. അതുകൊണ്ട് സാറേ, സാറിന്റെ ഈ ജീപ്പ് ഞങ്ങൾക്ക് തരുമോ പ്ലീസ്? ജീപ്പ് വേണമെന്നോ? യെസ്, ഞങ്ങൾ ഹിമാലയൻ കാർ റാലിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അതിന് അങ്ങയുടെ ജീപ്പ് വേണം, സംശയമുണ്ടോ? എന്റെ തൊപ്പി തെറിക്കും. ഞാൻ എന്റെ ജീപ്പ് തീർച്ചയായും തരില്ല. ഞാൻ വണ്ടി ഓടിച്ചത് സാറ് ശരിക്കും കണ്ടില്ലെന്നാ തോന്നുന്നത്. ഞാൻ ഒന്നുകൂടെ ഓടിച്ച് കാണിച്ചു തരാവേ. വേണ്ട എടാ, ഇത് സർക്കാരിന്റെ ജീപ്പാണടാ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചോളാം. ഇവന്റെ അടുത്തുനിന്ന് എന്നെ ഒന്ന് രക്ഷിക്ക്. അത്യാവശ്യത്തിന് സഹായിക്കുന്നവനാണ് നല്ല കൂട്ടുകാരൻ, സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ തോത്താറാമൻ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? അവനിന്ന് രാവിലെ ഒരു SUV വാങ്ങിച്ചിരിക്കുക. മലയിലൊക്കെ കയറാൻ പറ്റിയ വാഹനം അത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ചോദിച്ചൂടെ? തോത്താറാം SUV വാങ്ങിച്ചെന്നോ?
ഇത് നിന്റെ അപ്പന്റെ വകയാണോടാ? അപ്പന് നീ കണ്ണാടി നോക്കുവല്ലേ? എടാ. ഇങ്ങോട്ട് വാടാ. എന്താടാ പോകട്ടെ, കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. എടാ തോത്താറാമേ, നീ എന്തിനാ വെറുതെ ഇവനെ ഇങ്ങനെ തല്ലുന്നത്? ഇവൻ എന്റെ SUV-യുടെ കണ്ണാടിയിലേക്ക് നോക്കി തന്റെ മുടി ചീവുകയായിരുന്നു. കണ്ണാടിയിൽ നോക്കി മുടി ചീവിയതിന് ഇത്രയും തല്ലുകയാണെങ്കിൽ വണ്ടി റേസിന് ചോദിക്കുകയാണെങ്കിൽ എത്ര തല്ല് കിട്ടുമെന്ന് ആലോചിച്ച് നോക്ക്. ആ നമുക്കൊന്നും ചോദിക്കണ്ട, ഒന്നും ചോദിക്കണ്ട. അതെ, നമ്മളെന്തെങ്കിലും ചോദിച്ച ആ ദേഷ്യത്തിന് ചിലപ്പോ വീണ്ടും ഇവനെ തല്ലും. എടാ കഴുതേ, ദേഷ്യം വന്ന അവൻ ആരാണ് എന്താണെന്നൊന്നും നോക്കില്ല. നമ്മളെയും ചിലപ്പോ തല്ലിയെന്ന് വരും, സംശയമുണ്ടോ? അത് ശരി, തടി കേടാവണ ഏർപ്പാടിന് ഞാനില്ല. വിട്ടേക്ക്, വേണ്ടെന്നേ, പോവാ. ആ ഇപ്പോഴത്തേക്ക് ഇത് മതി. പോയിക്കോ, പോയിട്ട് എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ തല്ലാം. ആ പറഞ്ഞോ, നിങ്ങളൊക്കെ എങ്ങോട്ടായി പോകുന്നത്? ഞങ്ങള് വീട്ടിലേക്ക് പോവുകയായിരുന്നു, സംശയമുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ അത് പിന്നെ ഞങ്ങള് കാർ റാലിയിൽ പങ്കെടുക്കാൻ പോവാ. പക്ഷേ തന്റെ കാർ ഞങ്ങൾക്ക് വേണ്ട. മാഡത്തിന് 25 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നമ്മൾ റാലിയിൽ ജയിച്ച് 25 ലക്ഷം രൂപ സമ്മാനം മേടിക്കും. എന്തായാലും തന്റെ കാർ ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ മത്സരത്തിന് വേണ്ടിട്ട് ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എന്തായാലും തന്റെ കാർ വേണ്ട. അല്ല സുഹൃത്തെ, എന്തിനാ എന്റെ വണ്ടി വേണ്ടാന്ന് പറയുന്നേ? ഞാനെന്താ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? നിങ്ങൾക്ക് മാഡത്തിനെ സഹായിക്കണമോ വേണ്ടേ? നമുക്ക് ഒരുമിച്ച് സഹായിക്കാം. ഞാൻ നിങ്ങൾക്ക് വണ്ടിയും തരാം, വണ്ടിയുടെ കൂടെ ഞാനും വരാം. അടിച്ചു പൊളിച്ചു തിമിർത്തോ. കൂട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, സംശയമുണ്ടോ? ഒരു ഒരു സംശയമില്ല. വേഗം വാ, ഈ സന്തോഷ വാർത്ത നമുക്ക് മേടത്തെ അറിയിക്കാം. മതിൽ ചാടി വന്നാൽ വീട്ടിലെ പട്ടി കടിക്കുന്നു. കിറ്റി, നീ ഇതാ വലിയ കാർ ഓടിക്കുന്നു. അടികൈ. കിറ്റി, നീ എന്തിനാ ഈ കൊച്ചുകുട്ടികൾ ഓടിക്കുന്ന കാർ ഓടിക്കുന്നത്? അതിനെന്താ, പക്ഷെ കിറ്റി നീ നന്നായിട്ട് കാർ ഓടിക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ഡ്രൈവറാണല്ലേ? നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എന്നാ ഓക്കെ, ഞാൻ ഈ പ്രാവശ്യം നിങ്ങളോടൊപ്പം കാർ റാലിയിൽ പങ്കെടുക്കാൻ പോവാണ്. വേണ്ട വേണ്ട, കാർ റാലിയിൽ നീ എന്തിനാ പങ്കെടുക്കുന്നത്? നീ എവിടെ വന്ന് എന്തെടുക്കാൻ പോവാ? രാത്രിയിൽ ഫാൻ ഇടാതെ കിടന്നാൽ തീർച്ചയായും കൊതുക് കടിക്കും. കിറ്റി നിങ്ങളോടൊപ്പം അവിടെ വന്ന് നിങ്ങളെല്ലാം സന്തോഷിപ്പിക്കും. അടികൈ. എന്തൊക്കെയാണെങ്കിലും ശരി, കിട്ടി അവിടേക്ക് വേണ്ട ഒരാവശ്യവുമില്ല. ഈ ഖന്നയുടെ അടുത്ത് നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല മക്കളെ. ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ പോക്ക് തന്നെ ക്യാൻസൽ ആക്കും. അടികൈ. കിറ്റി നമ്മുടെ ഫ്രണ്ടാണ്, കൂട്ടിക്കൊണ്ട് പോവാന്നേ. കൂട്ടിക്കൊണ്ട് പോവാം. കിറ്റി മേക്കപ്പ് തുടങ്ങിക്കോ, നമ്മൾ നാളെ വെളുപ്പിന് തന്നെ പോവേണ്ടതാ. ശരി. ഞാൻ ഓടിക്കാം. അതെ, ഞാൻ ഓടിക്കട്ടെ. എത്തിപ്പോയി. വാവ്, കാശ്മീർ എത്ര മനോഹരമാണല്ലേ? ചേട്ടായി, വേഗം ഒരു ഫാമിംഗ് തന്നെ.
ഉം. ഉം. ഞങ്ങൾക്കും ഒരു ഫോം തരൂ. ലൈനിൽ വരാൻ നോക്ക. ഈ ലൈൻ വളരെ വലുതാണ്. ഞങ്ങൾ വേണമെങ്കിൽ വേറൊരു ലൈൻ ഉണ്ടാക്കട്ടെ. ഇവരൊക്കെ ലൈനിൽ നിൽക്കുന്നത് കണ്ടില്ലേ? ഇവർക്ക് എന്താ വട്ടാണോ? ഉം? വട്ടാണെന്നോ? പിന്നെ എങ്ങനെയാ അവര് ഡ്രൈവ് ചെയ്യാ? എടാ നിനക്കെന്താ വട്ടാണോ? ശരി ഏട്ടാ, വിട്ടേക്കേ, ഞങ്ങൾ ലൈനിൽ തന്നെ വന്നോളാം. നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ആൾക്കാർ ഒരുപാടുണ്ട്, പക്ഷെ ഫാം കുറവാണ്. താങ്ക് യു എന്റെ സെനറ്റർ, താങ്ക് യു, താങ്ക് യു. ഇയാള് മാത്രം എന്താ ലൈനിൽ വരാത്തത്? ഇത് ചീറ്റിംഗ് ആണ്. അത് രാജ് സാറാണ്. കഴിഞ്ഞ 3 റാലിയിലും അദ്ദേഹമാ വിന്നർ. ഈ ലൈനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോം കിട്ടില്ല. അതിനൊരു വഴി ഉണ്ട്. ശരി ഏട്ടാ, മനസ്സിലായി. ഞാനൊരു 500 രൂപ അങ്ങ് തന്നേക്കാം. ഞാൻ സത്യസന്ധനാ, കോഴ വാങ്ങിക്കാറില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് കരുതിയതാ. മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാൾ വലിയൊരു പുണ്യകർമ്മം മറ്റൊന്നുമില്ല. സംശയമുണ്ടോ? വേഗം സഹായിക്കേ. ഇങ്ങോട്ട് വന്നോളൂ. ഒരു ഫാം കയ്യിൽ നിന്ന് വഴുതി ഈ ചുരത്തിലേക്ക് പോയി. അത് കൊണ്ടുവന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാം. എനിക്കെന്തോ അവൻ പറഞ്ഞത് സംശയം തോന്നുക. അവൻ തീർച്ചയായിട്ടും നമ്മളെ പറ്റിക്കാൻ നോക്കിയതാ. എന്തായാലും നമുക്കിത് നോക്കാം. ആ ശരി. ഞാനും ഇങ്ങനെ ചെയ്താൽ അടിപൊളിയായിരിക്കും. വാ, സഹായിക്കാം. എടാ മാറി നിൽക്ക. നിൽക്കടാ അവിടെ. നിങ്ങൾ വരുവാ, നിങ്ങളെ രക്ഷിക്കാൻ. പൂപ്പിട്ടെ പറക്ക്. അയ്യോ, രക്ഷപ്പെട്ടു. സോറി, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലടാ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങള് നന്നായിട്ട് എൻജോയ് ചെയ്യാ. നല്ല തണുപ്പാ, നല്ല രസമുണ്ട്. എടാ, നിന്നെ പോലെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ശത്രുവിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. സംശയമുണ്ടോ? വഴക്ക് കൂടുന്നത് മതിയാക്ക്. ആദ്യം ഫോം അന്വേഷിക്ക്. 2 ഗ്രൂപ്പായിട്ട് അന്വേഷിക്കാം. വേഗം പോവാം, വാ. എവിടെ പോയി കാണുമത്? ഈ ഫോം നമ്മളടുത്ത് ഒളിച്ച് കളിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്.
കൊച്ചളിയ നോക്ക്, മഞ്ഞുമലയിലെ ഡോഗി. ഡോഗിയെന്നോ? നോൺസെൻസ്. ഞാൻ ചെന്നായടാ. നിന്റെ പൂച്ചകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. നിക്കടാ അവിടെ. നിക്കടാ അവിടെ. രക്ഷിക്കണേ. എടാ നീ വിട്ടോടാ. നോൺസെൻസ്. ഓട്ടം നിർത്തടാ. എന്നെ കൊണ്ട് ഓടാൻ കഴിയുന്നില്ല. കൊച്ചളിയ, അവൻ കളിക്കാൻ തുടങ്ങി. നോൺസെൻസ്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഉന്നം പിടിച്ചെറിയുകയാണ്. കിട്ടിപ്പോയി. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഫോം കിട്ടിയിരിക്കുന്നു. അടിപൊളി. ഇത് തരില്ല. മര്യാദയ്ക്ക് ഫോം തരുന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണം കൊണ്ടിട്ട് തരുന്നോ? അത്രയ്ക്ക് ധൈര്യോ? എന്നാ കാണട്ടെ. മര്യാദയ്ക്ക് പറഞ്ഞാ നീ ഒന്നും കേൾക്കില്ല അല്ലേ? നോൺസെൻസ്. തത്തയും പൂച്ചയെല്ലാം ചേർന്ന് ചെന്നായനെ ഇങ്ങനെ തല്ലുകയാണല്ലേ? എടാ, എന്റെ സ്റ്റാൻഡേർഡ് എങ്കിലും നിങ്ങൾ നോക്കണ്ടായിരുന്നോ? നിന്റെ സ്റ്റാൻഡേർഡ് വെച്ചാ നിന്നെ ഇത്രയ്ക്ക് ഞങ്ങൾ തല്ലിയത്. വല്ല സിംഹമായിരുന്നെങ്കിൽ ഇടിച്ചു നിന്നെ പഞ്ഞിക്കിടുമായിരുന്നു. അതെയോ? തനിച്ച് നിങ്ങളെ കിട്ടുമ്പോ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഇവരെവിടെ നിന്ന് വരുന്നാവോ? ഒരു തമാശ പറഞ്ഞാൽ പോലും മനുഷ്യൻ തല്ലുകയാണല്ലോ. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? എന്ന് വരുന്നവനും പോകുന്നവനൊക്കെ തല്ലുകയാണ്. നോൺസെൻസ്. അയ്യോ. ഫോം കിട്ടിയിരിക്കുന്നു. എന്തായാലും നേരെ സന്ധ്യയായി. നമുക്ക് പോയി നന്നായിട്ട് വിശ്രമിക്കാം. നാളെ റാലിക്ക് നമ്മൾ നേരത്തെ എഴുന്നേക്കേണ്ടതാ. അല്ല, ഈ മഞ്ഞുമലയിലെ ആ ഡോഗി ഇതുവരെ ഉറങ്ങിയില്ലേ? അല്ല, ഇവരും ഉറങ്ങിയിട്ടില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. നാളെ നമുക്ക് ഒരുപാട് പണിയുള്ളതാണ്. അതെ, നമുക്ക് വേണ്ടി അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബോർഡറിന്റെ അപ്പുറത്ത് എത്തിക്കണം. നമ്മുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ കാര്യമൊക്കെ ബോർഡറിന്റെ അപ്പുറത്തുള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ബോർഡറിന്റെ അപ്പുറത്തുള്ളവരെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ് അവിടെ കാത്തിരിക്കുന്നത്. ഇതാരാ? നമ്മൾ സ്വർണത്തെ കുറിച്ച് സംസാരിച്ചല്ല അവൻ കേട്ടിരിക്കുകയാണ്. അവര് ബോർഡറിന്റെ അപ്പുറത്ത് കാത്തിരിക്കുന്നു എന്ന് വെച്ച് നമുക്ക് ഇവിടെ ഉറങ്ങിക്കൂടുന്നുണ്ടോ? ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നാളെ രാവിലെ എങ്ങനെയാ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുക? ഇതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചില്ല. നീ ഭയങ്കര ഇന്റലിജന്റ്. ഇന്റലിജന്റ്? അല്ല, നമുക്ക് മാനേജ്മെന്റ് ഇത്രയും നല്ല ടെന്റ് തന്നിരിക്കല്ലേ, നിങ്ങൾക്ക് പോയി ഉറങ്ങിക്കൂടെ? സാറ് പറഞ്ഞത് സത്യം തന്നെയാണടാ. ഒന്നുകൂടെ പറഞ്ഞേ. സത്യം തന്നെയാണെന്നാ പറഞ്ഞത്. അതല്ല സാർ, സാറെന്ന് ഒന്നുകൂടെ പറയേ. സാറ് പറഞ്ഞത് സത്യമാണ്. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. വെളുപ്പിന് റാലി ഉള്ളതാ. ഓക്കേ, ബൈ ബൈ. മണ്ടൻ കഴുതകളാ. യുവമാർക്ക് ഊണുമില്ല ഉറക്കവുമില്ല, എന്നിട്ടാ റേസിന് പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്.
ഡാ പ്രശ്നമൊന്നുമില്ലല്ലോ, നന്നായിട്ട് നോക്കണം, മനസ്സിലായല്ലോ? എല്ലാം ശരിയായിട്ടുണ്ടല്ലോ, എല്ലാം നന്നായിട്ട് ചെക്ക്. ആ ഏറ്റോ. ഹായ് ഹായ് സനുരിറ്റ, ഹായ്. ഹായ്, ഐ ആം കിറ്റി. കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങളാണ് ചാമ്പ്യൻ അല്ലേ? യെസ് സനുരിറ്റ, യെസ്. എപ്പോഴും ജയിക്കുന്നവര് രാജാവെന്ന് പറയും. രാജെന്ന് രാജാവ്. എന്റെ പേര് നീ കേട്ടിട്ടുണ്ടാവും. ഇല്ല. ഒരു കുഴപ്പമില്ല. വലിയ കാര്യങ്ങൾക്കിടയിൽ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ നടക്കാറുണ്ട്. നിനക്ക് എന്റെ പാർട്ണർ ആകാമോ സുന്ദരിക്കുട്ടി? നോ താങ്ക്സ്. എന്റെ പാർട്ണർ ഇതാ ഇവരാണ്. ഓ ഓ ഓ ഓക്കേ, ജയിക്കാൻ പോകുന്നത് ഞാനാണ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നോക്ക, ഇവനെ തോൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയൂ. ഞാൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇവനാ ഏരിയ കാണത്തില്ല. വേണ്ട, നീ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാം. എടാ, നീ സ്കൂട്ടർ പോലും സൈക്കിളിന്റെ സ്പീഡിലാണ് ഓടിക്കാറ്. തോത്തരം വണ്ടി ഓടിക്കട്ടെ. വണ്ടി ഇദ്ദേഹത്തിന്റെ അല്ലേ, അപ്പൊ സ്പീഡിൽ ഓടിക്കാൻ കഴിയും. ഇവന് ഈ വണ്ടി ഓടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാ കീ എന്റെ കയ്യിലാ ഉള്ളത്. എന്നെ ഡ്രൈവ് ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിൽ ഞാൻ ചാവി തീർച്ചയായും തരില്ല. എന്റെ പൊന്നോ, എന്റെ കയ്യിൽ വേറൊരു കീ ഉണ്ട്. ഇതാ നോക്ക്, ഇതാണ് രണ്ടാമത്തെ കീ. ആദ്യത്തേത് എന്റെ പോക്കറ്റിനകത്തുണ്ട്. ഐ ആം സോ ഇന്റലിജന്റ്. പിടിക്കണേ. നിക്കാനാ പറഞ്ഞ. ശരി എന്നാ, ഓരോരുത്തരായി കുറെ ദൂരം ഓടിക്കാം. ആദ്യം ഹണി ഓടിക്കട്ടെ. ഓക്കെ, അതേതായാലും കൊള്ളാം. എല്ലാ മത്സരാർത്ഥികളും തയ്യാറായിക്കൊള്ളൂ. മത്സരം ഉടൻ തുടങ്ങാൻ പോവുകയാണ്. All the best, Sanurita. All the best. ഹലോ, ഓടിച്ചോടിച്ച് അവസാനം ബോർഡർ മറികടക്കരുതേ. മത്സരാർത്ഥികൾ മത്സരത്തിന് തയ്യാറാണ്. ഈ റാലിക്ക് വേണ്ടി പല സ്ഥലത്തു നിന്നും പലരും പങ്കെടുക്കുന്നു. എന്തായാലും ഇന്ന് കാലാവസ്ഥ അതിമനോഹരമായിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ചാമ്പ്യനായ രാജ് തന്നെ ജയിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. വീണ്ടും ഈ വർഷത്തെ ചാമ്പ്യൻ രാജ് തന്നെയാകുമോ അതോ മറ്റാരെങ്കിലും ആകുമോ എന്ന് കണ്ടറിയാം. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. ഈ റേസ് തുടങ്ങാൻ പോവുകയാണ്. 1 2 3 4 5 ഗോ! മത്സരം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ, മത്സരാർത്ഥികൾ കാറിന്റെ വേഗം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അല്ല, ഈ കാർ എന്താ മുന്നോട്ട് പോകാതെ നിൽക്കുന്നത്? എടാ, നീ ആ ഗിയർ ഒന്ന് ഇട. എടാ മണ്ട, ഓട്ടോമാറ്റിക് ഗിയർ ഉള്ളത് വാങ്ങിക്കൂടായിരുന്നോ? മുന്നോട്ടാ പോകേണ്ടത്, മുന്നോട്ട്. ഓക്കേ. ഈ കാർ മാത്രം എന്തുകൊണ്ടാണ് എതിർദിശയിലേക്ക് പോകുന്നത്? വീണ്ടും അത് രാജ് തന്റെ കഴിവുകൾ പുറത്തെടുത്തിരിക്കുകയാണ്. മറ്റുള്ള കാറുകളെ പിന്നിലാക്കിക്കൊണ്ട് ഇതാ രാജിന്റെ കാർ മാത്രം മുന്നോട്ട് കുതിക്കുകയാണ്. എല്ലാരും ഇത് തന്നെയാണ് ഓർക്കുന്നത്. ഈ റേസ് ആര് ജയിക്കും? നമുക്ക് നോക്കാം ഇന്ന് ഈ റേസ് ആരാണ് ജയിക്കുന്നത്. എല്ലാവരും നല്ല വാശിയിലാണ്. ഈ റേസിൽ വാശി മാത്രം പോരാ, നല്ല ചങ്കറപ്പും വേണം. മുന്നോട്ട് പോകുന്തോറും റേസ് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് റോഡ്, അത് കഴിഞ്ഞാൽ പിന്നെ ഐസ് റോഡ്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരു നദി ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അവരെ ഒരു വലിയ ആപത്ത് കാത്തിരിക്കുന്നുണ്ട്. സമാന്തരമല്ലാത്ത ഈ റോഡ് തീർച്ചയായും അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് ഈ റോഡ് കടന്നു വരുന്നവരായിരിക്കും ഈ വർഷത്തെ ചാമ്പ്യന്മാരാവുക. ആരാണത് ഈ റേസിൽ റിവേഴ്സിൽ വാഹനം ഓടിക്കുന്നത്? ആരാണ് ചാമ്പ്യൻ? റിവേഴ്സിൽ വാഹനം ഓടിച്ചാലും മറ്റുള്ള മത്സരാർത്ഥികളെ പിന്നിലാക്കുകയാണ്. ഇവനെ നമ്മൾ തോപ്പിച്ചിരിക്കുക കൊച്ചളിയ. എടേ, എനിക്ക് തല ചുറ്റുന്നുണ്ട്, സംശയമുണ്ടോ? അതേടാ, നിന്റെ കളിയൊക്കെ മതി. നമുക്ക് ഈ റേസ് ജയിക്കണം. വണ്ടി ഇങ്ങതാ, ഞാൻ ഓടിക്കാം. മനസ്സിലായോടാ? നോക്കൂ, റിവേഴ്സിൽ ഓടിച്ചവൻ ഇപ്പോൾ നേരെ ഓടിച്ചു തുടങ്ങി.
സ്വർണം ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? 5 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ ഞാൻ ഭദ്രമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. റാലിയിൽ പങ്കെടുക്കുന്നത് പോലെ പങ്കെടുത്ത് നമ്മൾ ഇങ്ങനെ സ്വർണം കടത്തുന്ന കാര്യം എങ്ങാനും പോലീസുകാർ അറിയുകയാണെങ്കിൽ പിന്നെ ജയിലിൽ പോയി ചപ്പാത്തി പരത്തേണ്ടി വരും, മനസ്സിലായോ? കിറ്റി ചാടിക്കോ. ഫ്രണ്ട്സ്, അവരുടെ കാറിനകത്ത് ഗോൾഡ് ഉണ്ട്. ഇത് മഞ്ഞ് അധികമുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് കോൾഡ് ഒക്കെ പിടിക്കും. റേസ് കഴിഞ്ഞ് മരുന്ന് കഴിച്ചുറങ്ങിക്കോ. നിനക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. നീ 10 മിനിറ്റ് ആ ബുൾഡോഗ്സിന്റെ അടുത്ത് പോയപ്പോ അവന്മാരെ പോലെ തന്നെ നീയും മണ്ടിയായിരിക്കുകയാണ്. ഇന്നലെ രാത്രി അവന്മാരെ ഞാൻ കണ്ടതാ. രാവിലെ റേസ് ഉണ്ടായിട്ടും ഉറക്കമൊഴിച്ചിരിക്കുകയായിരുന്നു ആ മണ്ടന്മാര്. മരം മണ്ട. അത് സത്യ, മരമണ്ടന്മാര് തന്നെ. അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാ ബോർഡറിന്റെ അടുത്തേക്ക് സ്വർണം. ഓ, അവര് സ്വർണ്ണക്കടത്തുകാരാണ്. ഗൈസ്, നമ്മുടെ രാജ്യത്തിന്റെ 5.5 കോടി സ്വർണം അവര് ബോർഡറിനകത്തേക്ക് കടത്തിവിടാൻ പോവാണ്. അതിന് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. എടാ, അവന്മാരെ പിടിക്കാൻ പോയാലേ നമ്മളെ റേസ് ചെയ്ത് പുറത്താക്കും. സംശയമുണ്ടോ? പിന്നെ 25 ലക്ഷം എവിടുന്ന് കിട്ടും? ഫ്രണ്ട്സ്, ആലോചിച്ചു നോക്ക്. നിങ്ങൾക്ക് എന്താ രാജ്യസ്നേഹം ഇല്ലേ? രാജ്യസ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ മാഡത്തിന്റെ കാര്യം. ഒരിക്കലും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ സമ്പത്തുകൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, എന്നാൽ രാജ്യത്തിന് കളും ഒന്നും തന്നെ ഇല്ല. ശരിയാണ്. കൂട്ടുകാരാ, അവന്മാർ രക്ഷപ്പെട്ടു പോവാ. എന്താ ചെയ്യേണ്ടത് വേഗം പറയാ. ആലോചിക്കാൻ ഒന്നുമില്ല. ഈ സ്മഗ്ലേഴ്സിനെ നമ്മൾ പിടികൂടിയേ മതിയാവൂ. സംശയമുണ്ടോ? തോത്തറാമേ, അവന്മാരെ വിടരുത്. ഒരു കാരണവശാലും അവന്മാർ രക്ഷപ്പെടാൻ പാടില്ല. ശരി എന്നാ. എല്ലാരും ജയിക്കാനുള്ള തത്രപ്പാടിലാണ്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അല്ല, ഈ 2 കാറും എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ റേസിൽ നിന്ന് പുറത്തേക്കാണല്ലോ പോയിരിക്കുന്നത്. അവര് നമ്മുടെ പുറകെ വരുന്നുണ്ട്. വേഗം അല്പം കൂടി അധികരിക്ക. ഒന്ന് വേഗം ഓടിക്കടാ. അയ്യോ, പെട്ടെന്നാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. ഐഡിയ. നമ്മുടെ പഴയ വിദ്യയെ ഫലിക്കുള്ളൂ. പൊപ്പട്ടെ, തയ്യാറായിക്കോ. ഇവന്മാർക്കുള്ളത് കൊടുത്തിട്ട് നമുക്ക് പോയേക്കാം. സൈഡിലോട്ട് നിർത്തടാ, നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ബോർഡറിനപ്പുറത്തേക്ക് സ്വർണത്തെ കടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. കൂട്ടുകാരാ, നന്നായിട്ടൊന്ന് വ്യായാമം ചെയ്യണം. എടേ, നീ ഒന്നിങ്ങോട്ട് വന്നേ. ഇങ്ങനെ വേണം കിക്ക് ചെയ്യാൻ. ഇന്ന് പിടിച്ചു. എന്റെ ശക്തി എന്താണെന്ന് അവന്മാർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം.
Aish! എനിക്ക് തല കറങ്ങുന്നു. പിടിച്ചു കെട്ടി ഇവന്മാരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം. തോത്തോറാമേ, നീ ഇവന്മാരുടെ അടുത്ത് തന്നെ ഇരുന്നോ. ബോധം തെളിയുമ്പോ 2 എണ്ണം നന്നായിട്ട് കൊടുത്ത് വീണ്ടും ബോധം കെടുത്ത്. ഇനി ഞാൻ ഡ്രൈവ് ചെയ്തോളാം. ഓക്കേ. അല്ല, ഇതിൽ മത്സരിക്കുന്ന എല്ലാരും പോലീസ് സ്റ്റേഷനിലോട്ടാണെന്ന് തോന്നുന്നു. കഴുതേ, അവര് റേസ് ഓടിച്ചോണ്ടിരിക്കുക. സംശയമുണ്ടോ? ബണ്ണി, നമ്മൾ ഇപ്പോഴും റേസിലുണ്ട്. വേഗം ഓടിക്ക്. നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും. റേസിൽ ഇതാ ഒരു പുതിയ ട്വിസ്റ്റ്. ഏത് കാറാണോ റേസിൽ നിന്ന് പുറത്തു പോയത് അത് ഇപ്പോഴിതാ തിരിച്ചു വന്നിരിക്കുകയാണ്. അതെല്ലാ കാറുകളെ മറികടന്ന് ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മത്സരം വല്ലാതെ ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇവരിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? കിട്ടി. രാജ്, you are a very good driver. I know, Senorita. I know. 2 കാറുകളും ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള വഴികൾ മുഴുവൻ കല്ല് നിറഞ്ഞതായിരിക്കും. ഈ റോഡിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ ഒരുപക്ഷെ ദുഃഖിക്കേണ്ടി വരും. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ആര് ജയിക്കുമെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഈ റേസ് രാജിക്കാൻ പോകണമെന്ന്. ഈ കോമ്പറ്റീഷൻ നേർക്കുനേർ നടന്നുകൊണ്ടിരിക്കുവാണ്. അറിയത്തില്ല ആരാണ് ജയിക്കാൻ പോകുന്നത്. രണ്ടുപേരും ഫിനിഷിംഗ് ലൈനിന്റെ ഒത്തിരി അടുത്താണ്. വരൂ, നമുക്ക് നോക്കാം എന്താകും ഫൈനൽ റിസൾട്ട്. രണ്ടുപേരും കഠിന പ്രയത്നം കൂടെ മുന്നിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ ആര് ജയിക്കും നമുക്ക് നോക്കാം. ഇത് നല്ലൊരു കോമ്പറ്റീഷൻ ആണ്. ഇതാ സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റ്. അങ്ങനെ ഹണിയും ബണിയും ഈ റേസ് ജയിച്ചിരിക്കുകയാണ്. പോലീസിനെ വിളിക്കേ. സാർ, ഞങ്ങളുടെ വണ്ടിയില് 4 സ്മഗ്ലേഴ്സും 5 കോടി രൂപയുടെ സ്വർണവുമുണ്ട്. സർ, ഈ 4 പേരെയും അറസ്റ്റ് ചെയ്യൂ. നമ്മൾ ജയിച്ചു. 25 ലക്ഷം രൂപ കിട്ടും. മാഡത്തിന്റെ പ്രശ്നമല്ല, ഇതോടെ തീരും. കൺഗ്രാറ്റുലേഷൻസ്. രാജിന്റെ പണി തീർന്നു. കൺഗ്രാറ്റുലേഷൻസ്. 3 വർഷത്തിന് ശേഷമാണ് രാജിനെ തോൽപ്പിച്ച് നിങ്ങൾ ഈ കപ്പ് നേടിയത്. ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗവർണർ സാർ നിങ്ങൾക്ക് സമ്മാനത്തുക നൽകും. കൺഗ്രാറ്റുലേഷൻ. ഇതാ. ഈ സമ്മാനത്തുക ഞങ്ങളുടെ വകയായി നിങ്ങൾക്കുള്ളതാണ്. എന്റെ കൊച്ചളിയ, അടുത്ത റേസിന്റെ പൈസ കൂടെ അഡ്വാൻസ് ആയിട്ട് തരികയാണോ? അടുത്ത പ്രാവശ്യം നമ്മൾ ജയിക്കുമെന്ന് ഇവരറിഞ്ഞു കാണും. അല്ല, നിങ്ങൾ 5 കോടി രൂപയുടെ സ്വർണം പിടികൂടാൻ ഞങ്ങളെ സഹായിച്ചു. അതിനുള്ള പാരിതോഷികമാണ് ഈ സമ്മാനത്തുക. ഞങ്ങളുടെ വക നിങ്ങൾക്ക്. വാവ്, 25 ലക്ഷം രൂപയ്ക്കാ വന്നത്. പക്ഷെ 1 കോടി കിട്ടി. അതെ, മാഡം തീർച്ചയായും സന്തോഷിക്കും. പെട്രോൾ ഇല്ലാത്തോണ്ട് വണ്ടി നിന്നു. നിങ്ങൾ ഇതാ തിരിച്ചു വന്നു. അടികൈ.
സാറേ ഞങ്ങൾ വെറുതെ അല്ല വന്നിരിക്കുന്നത്, ട്രോഫിയും കൊണ്ടാ വന്നിരിക്കുന്നത്. മാഡം ഇതാ പിടിച്ചോ, 1 കോടി രൂപയുടെ ചെക്ക്. 1 കോടിയോ? എന്നാ പ്രൈസ് മണി 25 ലക്ഷം അല്ലേ? ഞങ്ങൾ 5 കോടി രൂപയുടെ സ്വർണം പിടിച്ചു കൊടുത്തു. അതിനുവേണ്ടി കിട്ടിയതാ ഈ ബാക്കി പൈസ മുഴുവൻ. വൗ, അടിപൊളി. വെയിലടിച്ചാൽ മരത്തിലെ ഇലകൾ കൊഴിയും. ഈ കാശ് കൊണ്ട് നിങ്ങൾക്ക് 2 വീട് വാങ്ങാൻ കഴിയും. അടികൈ. ഈ കാശും വെച്ചോണ്ട് 2 വീട് മേടിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അതിനു വേണ്ടിയല്ലേ ദേ ഇതുള്ളത്. ഇതെന്താണ് സാർ? സച്ചിൻ എന്നും ഞങ്ങളുടെ ചങ്കാണ്. ഇത് ഞങ്ങളുടെ ബാങ്കിന്റെ ലോൺ ഫോം ആണ്. അടികൈ. വീണ്ടും ലോണോ? വേണ്ട.